ആദ്യം പറഞ്ഞ ശ്രീകുട്ട സാറിന്റെ കനൽ കിരീടം. അത് കഴിഞ്ഞതിന് ശേഷം പിന്നെ ചെയ്തത് രാജസേന സാറിന്റെ ഞങ്ങൾ സന്ദർശിച്ചാണ്. അതിൽ സൈലന്റ് വാലി എന്ന് പറഞ്ഞൊരു നാടകം, ആ നാടകത്തിൽ ഞാനും അഭിനയിച്ചു. അത് ഇന്നത്തെ നമ്മുടെ നടൻ ജഗദീഷ് സാറാണ് ആ നാടകം സംവിധാനം ചെയ്തത്. ആദ്യത്തെ സ്പെഷ്യൽ ജൂറി അവാർഡ് വാങ്ങിച്ച ആളാണ്. പ്രൊഫഷണൽ നാടകം ഞാൻ 10 വർഷം പ്രൊഫഷണൽ നാടകം കളിച്ചു. ആദ്യം ഞാൻ കളിച്ചത് സൂര്യസ്വാമിയിലെ കാലവർഷം എന്ന് പറഞ്ഞ സാനന്ദ സാറിന്. നമസ്കാരം. നാടക ലോകത്തു നിന്നും മലയാള സിനിമയിലെത്തിയ ഒരു അഭിനയ പ്രതിഭ ശ്രീ തിരുമല രാമചന്ദ്രൻ. ഇന്ന് നമ്മുടെ അതിഥി തിരുമല രാമചന്ദ്രനാണ്. നമസ്കാരം ചേട്ടാ. നമസ്കാരം. നാടക ലോകത്തു നിന്നാണല്ലോ ഈ അഭ്രപാളികളിൽ എത്തിയത്. അതെ. എവിടെയായിരുന്നു നാടകത്തിൽ? എങ്ങനെയായിരുന്നു നാടകം? ഞാൻ 10 വർഷം പ്രൊഫഷണൽ നാടകം കളിച്ചു. ആദ്യം ഞാൻ കളിച്ചത് സൂര്യസ്വാമിയിലെ കാലവർഷം എന്ന് പറഞ്ഞ സാനന്ദ സാറിന്. പിന്നെ അവിടുന്ന് മാറിയിട്ട് കേരള തിയേറ്റേഴ്സ്, തിരുവനന്തപുരം സൗവർണ്യ, പിന്നെ തിരുവനന്തപുരം അശ്വതി, പിന്നെ കൊല്ലം യവന, കൊല്ലം ബാബുവിന്റെ യവനയിൽ 3 വർഷം കളിച്ചു. പിന്നെ കൊല്ലം ഐശ്വര്യ, പിന്നീട് ലാസ്റ്റ് ഞാൻ നിർത്തിയ നാടകം തിരുവനന്തപുരം മസിധാരയുടെ കനകമയൂരം എന്ന് പറഞ്ഞ നാടകം. തുടക്കം എന്ന് പറയുന്നത് സദാനന്ദ സാറിന്റെ ഗ്രൂപ്പിലായിരുന്നു. അതെ. അപ്പൊ ജയസ്വാമിയൊക്കെ പരിചയമുണ്ടല്ലേ? അയാളന്ന് കുഞ്ഞായിരുന്നു. ഇന്നൊക്കെ പറഞ്ഞാല് അതിനുശേഷം ഞാൻ കണ്ടിട്ടുമില്ല. ജയസ്വാമി ഇപ്പൊ ഒരു ഡയറക്ടറും ഒക്കെ അല്ലേ. ഇത് ഞാൻ പറഞ്ഞത് 89 കാര്യമാണ്. 89, 90 കാലഘട്ടം. അപ്പൊ ഇപ്പോഴൊന്നും നമ്മള് അതിനുശേഷം ഞാൻ കണ്ടിട്ടില്ല. അയാൾ വലിയ ആളതിനു ശേഷം ഞാൻ കണ്ടിട്ടില്ല. എന്നാൽ അവര് പഠിച്ചോണ്ടിരിക്കുകയായിരുന്നു. ഇവര് രണ്ടുപേരും പേരിൽ തന്നെയാണ് സാറ് സമ്മതിയിട്ടത്. ജയസോമ എന്നുള്ള സൂര്യനും സോമനും. അതെ അതെ അതെ. ഈ പറയുന്ന പോലെ മലയാള സിനിമയിൽ എനിക്കൊന്ന് ശ്രീകുട്ട സാറിന്റെ സിനിമയായിരുന്നു ആദ്യം പടം അല്ലേ? ആദ്യം പറഞ്ഞ ശ്രീകുട്ട സാറിന്റെ കനൽ കിരീടം. അത് കഴിഞ്ഞതിന് ശേഷം പിന്നെ ചെയ്തത് രാജസേന സാറിന്റെ ഞങ്ങൾ സന്ദർശിച്ചാണ്. കോമഡി, കൂടുതലും കോമഡി സിനിമകളിലാണ്. പക്ഷെ എന്ന് പറഞ്ഞാൽ എനിക്ക് അത്രയും ഭയങ്കരമായ കോമഡി ഒന്നും കിട്ടിയിട്ടില്ല. നമ്മൾ അർഹതപ്പെട്ട സാധനമൊന്നും കിട്ടിയിട്ടില്ല. പിന്നെ കിട്ടിയതെല്ലാം സംതൃപ്തനാണ്. കിട്ടിയത് വളരെ കൂടുതലാണ്. ഇനി കിട്ടാൻ പോണത് ബോണസുമാണ്. അതല്ലാതെ എന്നാലും നാടകത്തിൽ നിങ്ങൾക്ക് ലഭ്യമായ അതുപോലത്തെ നല്ല ക്യാരക്ടേഴ്സ് ഒന്നും സിനിമയിൽ കിട്ടിയില്ല എന്നൊരു അല്ല പരാതിയല്ലാതെ. കാരണം എന്നെക്കാളും ഇതുപോലെ എത്താത്ത എത്രയോ ആളുകളുണ്ട്. ഞാൻ സാറ്റിസ്ഫൈഡ് ആണ്, ഫുള്ളി സാറ്റിസ്ഫൈഡ് ആണ്. കാരണം എന്നെക്കാൾ വളരെ സീനിയർ ആയിട്ടുള്ള വലിയ വമ്പൻ ആളുകൾ എങ്ങും എത്താതെയൊക്കെ പോയിട്ടുള്ള ആളുകളുണ്ട്. അപ്പൊ അത് വെച്ച് നോക്കുമ്പോൾ എനിക്ക് കിട്ടിയത് ഭയങ്കര ഭാഗ്യമായിട്ട് കാണുന്നത്. ഒന്ന്. രണ്ടാമത്തെ കേസ്, എനിക്ക് പാരമ്പര്യമായിട്ട് അങ്ങനെ കലാകാരന്മാരുടെ ഒരു ഫാമിലി അല്ല. നാടക ലോകത്ത് ഇത്രത്തോളം നല്ല തിയേറ്ററുകളിൽ എങ്ങനെയാണ് ലഭ്യമായത്? ഇത് സംഭവിച്ചെന്ന് പറഞ്ഞത്, എനിക്ക് 2 ഗുരുനാഥന്മാരുണ്ട്. ഒന്ന് വലിയ പ്രേമനും ഒന്ന് കൊച്ചു പ്രേമനും. അപ്പൊ ഇവര് രണ്ടുപേരും, ഞാൻ ഡിഗ്രി കഴിഞ്ഞു പുറത്തിറങ്ങി. അന്ന് ഡിഗ്രി കഴിഞ്ഞ് പുറത്തിറങ്ങി കഴിഞ്ഞാൽ തൊഴിലൊന്നും ഇല്ലാതെ നമുക്ക് ഏറ്റവും ആശ്രയം ട്യൂട്ടറി കോളേജാണ്. അപ്പൊ ഈ ട്യൂട്ടറി കോളേജിലൊക്കെ 1-2 പഠിപ്പിക്കുകയായിരുന്നു. അങ്ങനെ അവിടെ പഠിപ്പിച്ചോണ്ടിരിക്കുന്ന ഞാൻ എന്നും വലിയ പ്രേമൻ ചേട്ടന്റെ വീട്ടിൽ. അപ്പൊ ഇവരൊന്ന് നാടകം ഞെരിച്ച് കളിക്കുക. അപ്പൊ ഇവരിന്ന് പറയും, ഇന്ന് ചേർത്തലയാണ്, എടാ നാളെ ഞങ്ങൾ പാലക്കാട് പോകും, മറ്റത് ഞങ്ങൾ അതുവഴി ഞങ്ങൾ കോഴിക്കോട് പോവാം. ഈ സ്ഥലങ്ങളൊന്നും ഞാൻ കണ്ടിട്ടില്ല. അതാണ് സത്യാവസ്ഥ. കേരളത്തിൽ ജനിച്ചുവെങ്കിലും നമ്മളൊരു സാധാരണ കുടുംബത്തിൽ ജനിച്ചു വളർന്ന ആളാണ്. അതുകൊണ്ട് നമ്മളിങ്ങനെ സ്ഥലങ്ങളിലോ ഒന്നും പോയിട്ടില്ല. തിരുമല സ്കൂളിൽ പഠിച്ചു, MG കോളേജിൽ പഠിച്ചു. ഇതിനപ്പുറത്തോട്ട് പിന്നെ പോയിട്ടുള്ളതെന്ന് പറഞ്ഞാൽ പഠിച്ചിരുന്ന ഈ കൊല്ലത്ത് യുവജനോത്സവത്തിന് പങ്കെടുക്കാൻ പോയി. കേരള യൂണിവേഴ്സിറ്റി യുവജനോത്സവത്തിന് പങ്കെടുക്കാൻ പോയി. കൊല്ലം വരെ എനിക്കറിയാം. പിന്നെ ഞാൻ പഴയ ഫുട്ബോൾ പ്ലെയർ ആയിരുന്നു. കുറെ കാലം ഫുട്ബോൾ കളിച്ചു. അപ്പൊ ഈ ചെറിയൻകീഴ് അന്ന് പ്രേംനസി ട്രോഫി ഉണ്ടായിരുന്നു. അതിനു വേണ്ടി കളിക്കാൻ ചെറിയൻകീഴ്, സത്യമാണ് പറയുന്നത്, അങ്ങോട്ടൊന്നും നമ്മൾ പോയി പരിചയമൊന്നും ഇല്ല. അപ്പൊ ഇവരിങ്ങനെ ഓരോ സ്ഥലങ്ങള് പറയുമ്പോ ഒരു സന്തോഷം, എവിടെയാണ് എന്താണെന്നുള്ളതിനെ കുറിച്ച് നമുക്ക് അറിയില്ല. അപ്പൊ പറയും, എടാ ഇന്ന് ഞങ്ങൾ പോയി കഴിഞ്ഞാൽ 5 ദിവസം കഴിഞ്ഞവര്. അന്ന് രണ്ടുപേരും അഭിനയിക്കുന്നത് വയലാർ നാടകവേദിയിലാണ്, കോശി സാറിന്റെ നാടക സമിതിയിലാണ്. അപ്പൊ ഇത് എന്റെ മനസ്സിലങ്ങ് കയറണം. അല്ലെ എനിക്ക് പാരമ്പര്യമായിട്ട് ഒന്നുമില്ല. അപ്പൊ ഇവർ നാടകക്കാരായതുകൊണ്ട് നമുക്ക് ഒരു നാടകത്തോട് ചെറിയ കമ്പം അങ്ങനെ തോന്നി. മാത്രമല്ല ആ സമയത്ത് കാർത്തിരുന്നാൾ തിയേറ്ററിൽ വരുന്ന എല്ലാ നാടകവും പോയി കാണുക. വേറെ സിനിമയേക്കാൾ കൂടുതൽ നാടകത്തോടായിരുന്നു ഭ്രമമായിരുന്നു. അങ്ങനെ ഇരിക്കുമ്പോഴാണ്
ഡിഗ്രിക്ക് സെക്കൻഡ് ഇയർ പഠിക്കുമ്പോഴാണ് കേരള യൂണിവേഴ്സിറ്റി നാടകോത്സവം. അത് കൊല്ലം എസ് എൻ കോളേജ്. അതിൽ സൈലന്റ് വാലി എന്ന് പറഞ്ഞൊരു നാടകം, ആ നാടകത്തിൽ ഞാനും അഭിനയിച്ചു. അത് ഇന്നത്തെ നമ്മുടെ നടൻ ജഗദീഷ് സാറാണ് ആ നാടകം സംവിധാനം ചെയ്തത്. സാർ MG കോളേജിൽ വന്ന വർഷം അതില് ഒരു കാട്ടുമൂപ്പന്റെ വേഷം ചെയ്ത് അതാണ് എനിക്ക് അവാർഡ് കിട്ടി. ആദ്യമായിട്ട് ഞാൻ അഭിനയിക്കുന്നത്. അത് അമച്ചൂർ നാടകമാണോ അത് നമ്മുടെ കോളേജില്? അതെ, ഈ ഇന്റർ കോളേജ് മീറ്റ് കേരള മത്സര നാടകം. അല്ല, ഞാൻ ഈ ക്ലബ്ബ് നാടകങ്ങളോ അങ്ങനെയൊന്നും കളിച്ചിട്ടില്ല. അങ്ങനെ അപ്രതീക്ഷിതമായ ഒരു നാടകം അഭിനയിക്കുകയും ആ നാടകത്തിൽ നിന്ന് അവാർഡ് കിട്ടുകയും പിന്നെ അങ്ങനെയാണ് പ്രേമൻ ചേട്ടനും കൊച്ചു പ്രേമൻ ചേട്ടനുമായിട്ടൊക്കെ ഉള്ളൊരു ബന്ധമുള്ളത്. അപ്പൊ ഇവരുടെ ഈ പോക്കും വരവും ഒക്കെ നോക്കിയപ്പോ മറ്റൊരു ട്രാക്കിലേക്ക് തിരിയാൻ തോന്നിയില്ല. മനസ്സിലായി? എങ്ങനെയെങ്കിലും ഒരു പ്രൊഫഷണൽ നാടകം കളിക്കുന്ന നടനായാൽ മതി. ആ ഒരു സംഭവം മനസ്സിൽ കിടക്കുകയും അതിനനുസരിച്ചിട്ട് ഒരു ദിവസം പ്രേമേട്ടൻ മതിരിപ്പം പറഞ്ഞിട്ട് ഇങ്ങനെ സൂര്യസമ്മേളനം അടുത്ത നാടകം. അപ്പം അവര് കാട്ടൂരയെ കഴിഞ്ഞ് 3 കൊല്ലം കാട്ടൂർ കഴിച്ച് പിന്നെ ആൾക്കാരുടെ എന്ന് പറഞ്ഞ നാടകം കഴിഞ്ഞിട്ടാണ് അടുത്ത് ഒരു ക്യാരക്ടർ ഉണ്ട്, അപ്പൊ പുതിയൊരു ആള് വേണമെന്ന് പറഞ്ഞു. നീ ഒരു അപേക്ഷ കൊടുക്കാൻ പറഞ്ഞു. അങ്ങനെ ഒരു ലെറ്റർ അയച്ചു. അല്ല, സൂര്യസ്വാമിക്ക് സെക്രട്ടറി. അങ്ങനെ അവരെ ഇന്റർവ്യൂവിന് വിളിച്ചു. ചെല്ലുമ്പോ 10-18 ആൾക്കാരുണ്ടായിരുന്നു ഇന്റർവ്യൂ. അപ്പൊ ഈ നമുക്ക് ഒന്നാമതൊരു ഷൈനസ് ഉണ്ട്, എനിക്ക് അന്നും ഉണ്ട് ഇന്നും ഉണ്ട്. കാരണം നമ്മൾ ഈ ആൾക്കൂട്ടത്തിന്റെ ഇടയിലൊക്കെ ആൾക്കൂട്ടത്തിന്റെ ഇടയിലൊന്നും അങ്ങനെ പോവാൻ താല്പര്യപ്പെടാത്ത ഒരാളാ. അങ്ങനെ വന്നപ്പോ അതിൽ ആദ്യം പോയിട്ടും ലാസ്റ്റില് ആണ് അറ്റൻഡ് ചെയ്തത്. ലാസ്റ്റിൽ അറ്റൻഡ് ചെയ്യുമ്പോൾ ദൈവാനുഗ്രഹം പോലെ എന്നെ തന്നെ. പക്ഷെ അതിനകത്തൊരു വിശേഷം കിട്ടിയെന്ന് പറയുന്നത്, നമ്മൾ പുറമേ നിന്ന് ഭയങ്കര ഇതായിട്ടൊക്കെ നിന്നെങ്കിലും ഇവര് എല്ലാരും ഇന്റർവ്യൂ കഴിഞ്ഞ് പോയതിനു ശേഷം ലാസ്റ്റിന് ഞാൻ കയറുമ്പോ എന്റെ ഒരു ഫ്രണ്ട് കൂടെ ആയിട്ടാണ് പോകുന്നത്. അവന്റെ നിർബന്ധമുണ്ട്, നമ്മൾ തിരുവനന്തപുരത്ത് നിന്ന് ഇവിടെ വരെ വന്നില്ലേ, നീ ഒന്ന് കയറി. മടിച്ചു നിൽക്കുകയാണ് കയറാൻ. അവസാനം കയറിയപ്പോ നമ്മൾ സ്റ്റേജ് എത്തിയപ്പോ എല്ലാം മറന്നുപോയി. അതാണ് വേറൊരു സത്യം. അവർ പറയുന്ന കാര്യങ്ങൾ മാത്രമല്ലാതെ വേറെ ഒന്നും മനസ്സിൽ ഇല്ലായിരുന്നു. അങ്ങനെ കയറി സെലക്ട് ചെയ്ത് പിന്നെ അങ്ങോട്ട് പോയി. പിന്നെ തിരിഞ്ഞു നോക്കേണ്ടി വന്നിട്ടില്ല നാടക ലോകത്ത്. പിന്നെ ശരിക്കും പറഞ്ഞാല് കേരളത്തിലെ ഏറ്റവും മികച്ച നാടകവേദികളിൽ വേഷം ചെയ്യാൻ തിരുവനന്തപുരം ഭയങ്കര സമിതിയല്ല. അതല്ല, സൗവർണയുടെ 2ാമത്തെ നാടകമാണ് ചന്ദ്രൻ ബുക്കുന്ന കാട് കഴിഞ്ഞിട്ട് അടുത്ത സിന്ദൂരി സന്ധ്യയ്ക്ക് മോനെ എന്ന് പറഞ്ഞ നാടകമാണ്. ചെറുന്നൂർ ജയപ്രസാദ്, സതീഷ് സംഗമിത്ര. അവര് കന്യാകുമാരിയിൽ ഒരു കടങ്കഥ എന്ന് പറഞ്ഞ നാടകം സൂപ്പർ ഹിറ്റായിരുന്ന അതേ ടീമാണ് ഉണ്ട് 2ാം വർഷം. അതുപോലെ അസിതാരുടെ നാടകങ്ങളൊക്കെ വലിയ ഹിറ്റ് നാടകമായിരുന്നു. ഞങ്ങൾ കളിച്ച കനകമയൂരം എന്ന് പറഞ്ഞ നാടകം. അതിൽ നമശിവായനൊക്കെ ഉണ്ടായിരുന്നു. ഞാൻ 99 വിട്ടു, അതിനുശേഷം ഉണ്ടായിരുന്നു. നമശിവായണ്ണ ഞാൻ മാറിയിട്ടാണ് കാശ്മീരിൽ നിന്ന് ഒരു കവിത കളിക്കാൻ സൗകര്യം വരുന്നത്. ആ വർഷം ഞാൻ കേരള തിയേറ്റേഴ്സിൽ മാറി. അന്നൊക്കെ പിന്നെ ഒരു വർഷം കഴിഞ്ഞിട്ട് അല്ല, അന്നത്തെ കാര്യം എന്ന് പറയുന്നത് ശമ്പളമൊക്കെ വളരെ ചുരുങ്ങിയ ശമ്പളമാണ്. അപ്പൊ ഈ ചുരുങ്ങിയ ശമ്പളത്തിൽ 5 രൂപയൊക്കെ ഒരു നാടകത്തിന് കൂട്ടിത്തരിക എന്ന് പറഞ്ഞാൽ അപ്പോഴേക്ക് അപ്പുറത്തേക്ക് മാറുന്നു. അതിൽ എന്റെ ഒരു വലിയൊരു ആഗ്രഹമായിരുന്നു ഇങ്ങനെ 4-5 സമിതികളൊക്കെ. ആ ഒരു അനുഗ്രഹം എനിക്ക് കിട്ടി. പിന്നെ ഞാൻ 3 വർഷം കൊല്ലം ഇവനയുടെ സൂപ്പർ ഹിറ്റ് നാടകങ്ങളായിരുന്നു ഈ നല്ല മണ്ണ്, ഒരിക്കൽ കൂടി, ദയാഹർജി. അതിൽ ഈ നല്ല മണ്ണില് ഞാനൊരു ക്യാരക്ടർ, ഭാര്യയെ സംശയിക്കുന്ന ഭർത്താവ്. അത് GA ലാലൻ എന്ന് പറഞ്ഞ മരിച്ച ഒരു എഴുത്തുകാരൻ. അദ്ദേഹം കേരളത്തിൽ ഒരു ലേഖനം എഴുതിയിട്ടുണ്ട് എന്നെ കുറിച്ച്. അവാർഡ് എന്ന് പറയുന്ന വരും തലമുറയ്ക്കുള്ള പ്രോത്സാഹനമാണെങ്കിൽ തിരുമല രാമേന്ദ്രൻ കൊടുക്കണം. അന്ന് അതിനകത്ത് പുള്ളി എഴുതിയിരുന്ന ആ ലേഖനം ഒരു കേരളത്തിൽ തന്നെ പുള്ളി എഴുതി. അതിനുശേഷം പുള്ളി എൻ്റെ ഒരു വലിയ കാര്യമാണ്. മധുബാലിന്റെ സീരിയലിൽ ആകാശത്തിൽ പറവ ചെയ്യുമ്പോൾ പുള്ളിയാണ് എന്നെ വിളിപ്പിക്കുന്നത് അഭിനയിക്കാൻ. നല്ല കമ്പനിയായിരുന്നു. മരിച്ചുപോയി. ആ മനുഷ്യനാണ് ആദ്യമായിട്ട് ഇങ്ങനെ ഒരു സംഭവം. പിന്നെ വേറൊരു കാര്യമുണ്ട്, എല്ലാ അവാർഡിനും ഒരു ചെറിയ തള്ളൂല ഉണ്ടായിരിക്കും എന്നുള്ളത് നമ്മൾ പിന്നീട് അറിയുന്നു. പക്ഷെ ഞാനിതുവരെ ഒന്നിനും അങ്ങനെ പോയിട്ടില്ല. കുഞ്ചൻനമ്പ്യാർ നാടകത്തിന് സ്റ്റേറ്റ് അവാർഡ് കളിക്കുക. സ്റ്റേറ്റ് അവാർഡ് കളിക്കുമ്പോൾ അന്ന് മേഖല അടിസ്ഥാനത്തിലാണ് നാടകം. 3 മേഖല. തിരുവനന്തപുരം മേഖല, അത് തിരുവനന്തപുരം, കൊല്ലം, ആലപ്പുഴ, ഈ 3 ജില്ലയിലെയും നാടക സമിതികളാണ്. പിന്നെ കൊച്ചിൻ മേഖലയില് എറണാകുളം, തൃശ്ശൂര്, അങ്ങനെ പിന്നെ കണ്ണൂർ മേഖല, മലബാർ. അപ്പൊ ഈ 3 മേഖലയിൽ നിന്ന് 3 നാടകങ്ങൾ സെലക്ട് ചെയ്തിട്ട് 9 എണ്ണം ട്രിവാൻഡ്രത്ത് ടാഗോർ തിയേറ്ററിൽ കളിക്കും. അങ്ങനെ വന്നതാണ് ഇത്. അപ്പൊ എനിക്കന്ന് നല്ല ഭാഗ്യമുണ്ടെന്നുള്ളതിന് തെളിവ് ഞാൻ 2 ഇതിലും അറ്റൻഡ് ചെയ്തു. കാരണം ഞാൻ യവനയിൽ നിന്ന് മാറുന്ന വർഷമാണ് ദയാഹർജി. ആ നാടകം കളിച്ചിട്ട് മാറുക.
പക്ഷെ അവാർഡിന് കളിക്കാൻ വരണമെന്ന് കൊല്ലം ബാബുവും വക്കൻ ഷക്കീറും കൊടുത്തു. അവാർഡ് കളിക്കാൻ നീ വരണം. അങ്ങനെ ഞാൻ അവിടെ പ്രിലിമിനറി കളിച്ചു. അത് കഴിഞ്ഞിട്ടാണ് കുഞ്ചത്തമ്പേര്. കുഞ്ചത്തമ്പേരിൽ മെയിനായിട്ട് അഭിനയിച്ച യതികുമാറായിരുന്നു. അന്ന് യതിയണ്ണനും ഞാനും. അപ്പോ അന്ന് വന്നപ്പോ ഞാൻ ഇതും കളിക്കേണ്ടി വന്നു. കാരണം ഇത് വേണ്ടാന്ന് വിചാരിച്ചാ. പക്ഷെ ഇവിടെ കളിച്ചോണ്ടിരുന്ന ആളുകൾ അത് പറ്റൂല, അവർക്ക് വരാൻ പറ്റൂല, അതാണ് കാരണം. അതുമല്ല പ്രൊഡ്യൂസർ പറഞ്ഞുകൊണ്ട് ഇപ്പോൾ ഉള്ള ഒരാളുകൾ കളിച്ചാൽ മതി, പഴയ ആളുകളുമായിട്ട് തെറ്റിപ്പിരിഞ്ഞു. അങ്ങനെ ഞാൻ അതും കളിച്ചു. ഇത് 2 സെലക്ഷൻ ഉണ്ടായിരുന്നു, 2 നാടകങ്ങൾ. പക്ഷെ സെലക്ഷൻ വന്നാൽ പിന്നെ ഒരെണ്ണം കളിക്കാം. അപ്പൊ പിന്നെ ഇവനയുടെ കാണാൻ ഞാൻ കളിച്ചില്ല, ഞാൻ കുഞ്ചത്തമ്പേര് കളിച്ചു. അപ്പൊ കുഞ്ചത്തമ്പേര് കളിക്കുമ്പോ അന്നത്തെ ചെയർമാൻ എന്ന് പറയുന്നത് ഓമാഫ, മറ്റേ മുകേഷിന്റെ. അപ്പൊ അങ്ങനെ വന്നപ്പോ ആദ്യത്തെ സ്പെഷ്യൽ ജൂറി അവാർഡ് വാങ്ങിച്ച ആളാണ് പ്രൊഫഷണൽ നാടകത്തിൽ. അതിന് കാരണം ഞാനും സെക്കൻഡ് നടനും ബാബുരാജ് തിരുവല്ല രണ്ടുപേരും ഒരേ മാർക്ക് വന്നു. മാർക്ക് വന്നപ്പോ അന്നത്തെ ജഡ്ജസ് എല്ലാം കൂടെ പറഞ്ഞു അത് പുള്ളിയാണ് സീനിയർ, പുള്ളിക്ക് കൊടുക്കാം. ബാബുരാജ് നല്ല ആർട്ടിസ്റ്റാണ്. പക്ഷെ അന്ന് TM ജേക്കബ് മന്ത്രി പറഞ്ഞ് മന്ത്രിയുടെ അടുത്ത് ലിസ്റ്റ് എത്തുമ്പോ 2 ഒരേ മാർക്ക് കിടക്കണം, അയാൾക്ക് കൊടുത്തു. അപ്പൊ ചോദിച്ചവൻ പറഞ്ഞു അത് പുള്ളി ചെറുപ്പമാണ്, ഇനിയും ചാൻസ് ഉണ്ടല്ലോ. അപ്പൊ മന്ത്രിക്ക് നാളെ ഒരു പേരുദോഷം വരാതിരിക്കാൻ വേണ്ടി ആ മനുഷ്യനാണ് എനിക്ക് അവാർഡ് തന്നതെന്ന് പറയാം. പിന്നെ പുള്ളി പറഞ്ഞ് അങ്ങനെ ഒഴിവാക്കാൻ പറ്റില്ല, ഇത് നാളെ ലീക്കായി കഴിഞ്ഞാൽ പ്രശ്നമാവും, എന്റെ പേരിലും കുഴപ്പമാവും. അത് അങ്ങനെയാണ് ചലച്ചിത്രത്തിന് എന്താ ചെയ്യുന്നത് അതുപോലെ ചെയ്യാൻ. ചലച്ചിത്രത്തിന് ആദ്യത്തെ സ്പെഷ്യൽ അവാർഡ് വാങ്ങിച്ച തിലകൻ ചേട്ടൻ. അങ്ങനെ പ്രൊഫഷണൽ നാടകത്തിൽ ആദ്യത്തെ സ്പെഷ്യൽ അവാർഡ് ഞാൻ. ഇത് PSCയിലെ ഒരു ചോദ്യമായിരുന്നു. അതൊരു ഭാഗ്യമല്ല. അല്ല, ഇത് ചോദിച്ചാൽ ആർക്കും അറിഞ്ഞൂടാ. അത് ഇതാർക്കും അറിയില്ല ഈ സംഭവം. അപ്പൊ വേറൊരാളാണ് എൻ്റെ അടുത്ത് പറഞ്ഞത്. അന്ന് യതിയണ്ണനോട് ഞങ്ങൾ കളിക്കുമ്പോൾ തന്നെയാണ് കുഞ്ചത്തമ്പേര് അവാർഡ് വരുന്നത്. ഞാൻ അതിനകത്ത് 4 വേഷം. ആദ്യം ഒരു വിദൂഷകൻ, രണ്ടാമതൊരു ആണും പെണ്ണും കിട്ടുന്ന നളതമേന്തി ഓർമ്മ, അതിനാണ് അവാർഡ്. പിന്നെ ഒരു മാർത്താണ്ഡവർമ്മ കൊട്ടാരത്തിൽ ഒരു പടത്തില്. പിന്നെ ഈ നളതമേന്തി വർമ്മ ശരിക്കും ആണായിട്ട് വരുന്ന. അപ്പൊ ആ ക്യാരക്ടർ വ്യത്യസ്തമായ 4 ക്യാരക്ടറാണ്. അതില് ആ ക്യാരക്ടറാണ് അവാർഡ് പരിഗണിച്ചായിരിക്കണം. എന്തായാലും ഒരു ഭാഗ്യമായി. അതെ, ഒരു ഭാഗ്യമായി. അതെ. അതിനുശേഷം മിക്കവാറും സ്റ്റേറ്റ് അവാർഡിന് ഇപ്പോഴത് ഒഴിവാക്കി. കാരണം ഇപ്പോഴങ്ങനെയൊന്നും അല്ലല്ലോ, ആ മെത്തേഡല്ല, പഴയ മേഖലാടിസ്ഥാനമൊന്നും അല്ല. അങ്ങനെയാണ് പ്രൊഫഷണൽ നാടകത്തിൽ നിന്ന് നിൽക്കുന്നത്. 70ഓളം ചിത്രങ്ങളിൽ അഭിനയിച്ചുള്ളൂ. ഈ അഭിനയിച്ച സിനിമകളിലൊക്കെ ഏറ്റവും അധികം സ്പർശിച്ച സിനിമ ഏതായിരുന്നു, അല്ലെങ്കിൽ നല്ല ക്യാരക്ടർ ഉണ്ട്? അത് MV സുകുമാരൻ സാറിന്റെ ജലാംശം നല്ല സിനിമയായിരുന്നു, നല്ല പടമായിരുന്നു. പക്ഷെ പടം പുറത്തോട്ടൊന്നും ഓടിയില്ല. കുറച്ച് ഫെസ്റ്റിവലിൽ പോയി. ഞാനും പിന്നെ ഒരു മഹാഭാഗ്യമാണല്ലോ അടൂർ ഗോപാലൻ സാറിന്റെ കൂടെ പിന്നെയും 6 പെണ്ണുങ്ങൾ, 4 പെണ്ണുങ്ങൾ, 2 പടം. അതിന് വലിയ സംഭവങ്ങളൊന്നുമല്ല. 4 പെണ്ണുകളിലും ദിലീപിന്റെ ഒരു പടത്തിലൂടെ പിന്നെ എന്നാലും അടൂർ സാറിന്റെ ഒരു പടത്തിൽ. അതെ, ആരടുത്ത് പറയാം. അതെ, പിന്നെ ബോബൻ സാമുവലിന്റെ എല്ലാ പടവും അഭിനയിച്ച ആർട്ടിസ്റ്റ് ഞാനാണ്. ഇപ്പോ റോമൻസ് അല്ല, പുള്ളിയുടെ ജനപ്രിയൻ മുതൽ ജനപ്രിയാണ് ഫസ്റ്റ്. ഈ ഇപ്പോഴും പുള്ളിയുടെ ഒരു പടം നടക്കുന്നുണ്ട്. പുള്ളിയെ അത് എനിക്ക് ഇതേപോലെ വിളിച്ചു, ഇപ്പോഴും എന്നെ വിളിച്ചപ്പോഴേക്ക് എനിക്ക് അന്ന് ഇവിടെ സുഗമോ ദേവി എന്നും പറഞ്ഞൊരു സീരിയൽ നടക്കുന്നു. അത് നടക്കുന്നതിന്റെ അന്ന് രാവിലെ വിളിച്ചിട്ട് നാളെ വർക്കെന്ന് പറഞ്ഞു. ഇത് 4 ദിവസത്തെ വർക്ക്. അവരോട് പറഞ്ഞിട്ട് പോകാൻ പറ്റിയില്ല. എന്നിട്ട് രാത്രി ആയപ്പോ വീണ്ടും വിളിച്ചേട്ടൻ കയറിയെന്നൊക്കെ ചോദിച്ചു. ഞാൻ പറഞ്ഞു ഇങ്ങനെയാണ് അവസ്ഥ. അവരന്ന് പാക്കപ്പ് 2 ദിവസം. നാളെയും മറ്റന്നാളും കൂടെ കഴിഞ്ഞ് പാക്കപ്പാണ്. നമുക്കിവിടെ വിട്ടുപോകാനോ ഒക്കില്ലല്ലോ, കാരണം എന്നും കിട്ടുന്ന റേഷനുകൾ. മാത്രമല്ല അടിമാലിയാണ്, ഫൈസൽ അടിമാലിയാണ് അതിന്റെ ഡയറക്ടർ. അദ്ദേഹത്തിന്റെ എല്ലാ സീരിയലും അഭിനയിച്ച ഒരാളാണ് ഞാൻ. അപ്പൊ ഇപ്പൊ ഞാൻ ഇങ്ങനെ ഒരു പടമൊന്നും പറഞ്ഞുകൊണ്ട് ചോദിക്കുന്നത് ശരിയാണ്, പറ്റില്ല. അത് നമ്മള് അപ്പൊ കിട്ടുന്നത് ശരിയല്ല, അതുകൊണ്ട് അങ്ങനെ പോയില്ല. നമ്മുടെ സൂപ്പർ താരങ്ങളോടൊക്കെ അഭിനയിച്ചില്ലേ? മോഹൻലാലിലൂടെ അദ്ദേഹത്തിന്റെ കൂടെ അല്ല, ഞാൻ ശ്രീനിച്ചേട്ടനും, അതായത് ഒരു നാൾ വരും പടം. രാജീവ് കുമാർ സാറിന്റെ പടത്തിനകത്ത് അതിന്റെ സിറ്റുവേഷൻ നല്ലതാണ്. വേണുചേട്ടൻ ഇയാളുടെ വീടിന്റെ ഇടയിൽ വിഷം അടിച്ച് മരിച്ചു കിടക്കും, അത് ശ്രീനിച്ചേട്ടന്റെ. അപ്പൊ അത് അന്വേഷിക്കാൻ വരുന്ന പോലീസാണ്. അപ്പൊ ശ്രീനിച്ചേട്ടനെ വിളിച്ചിറക്കി കൊണ്ടുവന്ന് കാണിച്ചിട്ടൊക്കെ ചോദിക്കുന്നുണ്ട് ഇദ്ദേഹത്തെ അറിയാമെന്നൊക്കെ ചോദിക്കുന്നത്. ഒറ്റ സീനാണ്. പിന്നെ രാജീവ് സാറിന്റെ അത് കഴിഞ്ഞിട്ട് പിന്നെ വന്ന്
ഉണ്ണിമൂന്തൻ അഭിനയിച്ച ഈ മീഡിയയുടെ ഒരു പടം, അതിനകത്ത് തത്സമയ ഒരു പടം, അതിനകത്തും ഞാൻ ഒരു വേഷം ചെയ്താണ്. പിന്നെ രാജീവ് സാറിന്റെ ഇപ്പൊ വന്ന ഷൈൻ ടോം ചാക്കോ അഭിനയിച്ച വിനയ് പോർട്ടും ഉണ്ടായിരുന്നു. വിനയ് പോർട്ട് രസിയായിട്ട് അതിനകത്ത് ഞാനൊരു സീൻ. സാറ് എന്നെ എല്ലാത്തിനും വിളിക്കും. മമ്മൂക്കോടെ അഭിനയിച്ചത് ബോംബെ മാർച്ച് 12 ബാബു ജനാർദ്ദൻ സാറിന്റെ. അത് അവിടെയായിരുന്നു എനിക്ക് ഷൂട്ട്. രാമോജി ഫിലിം സിറ്റി ഹൈദരാബാദിൽ അവിടെയാണ്. ഞാൻ അന്ന് കോഴിക്കോട് പ്ലാറ്റ്ഫോം നമ്പർ എന്ന് പറഞ്ഞ നിസാർക്കയുടെ ഒരു പടം, അതായത് ജാക്കി ഷിറോഫും ശ്വേതാ മേനോനും പടം ഇറങ്ങില്ല. ആ പടം അഭിനയിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് അവിടെ വിളിച്ചു വരുന്നത്. അപ്പൊ ആ ഡയറക്ടർ തന്നെ അതാണ് നല്ലത്. മമ്മൂട്ടി സുരേഷ് ഗോപിയുടെ ബുള്ളറ്റ് എനിക്ക് നല്ല ക്യാരക്ടറാണ് ശരിക്കും. തിരുമല എന്ന് പറഞ്ഞ ഒരു ശ്ലോകവും പറയുന്നുണ്ട് ആര്, കൊച്ചിൻ ഹനീഫ. ഞാൻ അങ്ങനെ പി ആയിട്ടാണ് അഭിനയിച്ചത്. പിന്നെ ജയറാമിൻ്റെ കൂടെ 2-3 പടം അഭിനയിച്ചു. മറ്റേ ഒരു നാൾ വരും, അല്ല ഞങ്ങൾ സന്തുഷ്ടാണ്. പിന്നെ ഈ പടം പാർത്ഥം കണ്ട പരലോകം, അനിൽ ബാബു സാറിന്റെ. പിന്നെ നമ്മുടെ ഇദ്ദേഹത്തിന് പത്മകുമാർ ഡയറക്ട് ചെയ്ത അന്ന് ആ പടത്തിനാണ് ജഗതിക്ക് ആക്സിഡന്റ് പറ്റുന്നത്. അത് കന്യാകുമാരിയില് പോർട്ടം എന്ന് പറഞ്ഞ സ്ഥലത്തായിരുന്നു ഷൂട്ടിങ്. അതില് വില്ലൻ ആരാണെന്ന് കാണിക്കാനായിട്ടുള്ള ഒരു സംഭവമായിരുന്നു. അതായത് ഇവര് ആനയും വാങ്ങിച്ചുകൊണ്ട് വരികയാണ്. സിറ്റുവേഷൻ എന്ന് പറഞ്ഞ ആനയും വാങ്ങിച്ചുകൊണ്ട് ജയറാം, നെടുമുടി, ജഗതിച്ചേട്ടായി, പിന്നെ നമ്മുടെ ഷാജു, പാലക്കാട് ഷാജു, അങ്ങനെ അവര് ഒരു ലോറിയിൽ ആനയെ നിർത്തിക്കൊണ്ടുവരികയാണ്. അപ്പോൾ അവിടെ 2 സൈഡും ബ്ലോക്കായിട്ട് 2 സൈഡിൽ കൂടെ ഒരുത്തനെ ഓടിക്കുകയാണ്. ഒരുത്തനെ ഓടിച്ച് ഇവിടെ കൊണ്ടുവന്നിട്ട് അപ്പോൾ അവിടെ പിടിച്ചു നിർത്തി ഒരു ചവിട്ട് കിട്ടുന്നു. ഈ ചവിട്ട് കൊണ്ടുവന്ന് ഇവരുടെ വണ്ടിയുടെ ഫ്രണ്ടിലാണ് വന്ന് വീഴുന്നു, ജയറാമിന്റെ വണ്ടിയുടെ ഫ്രണ്ട്. അത് കഴിഞ്ഞിട്ട് ആ വില്ലന്റെ പേര് ഞാൻ മറന്നു. എളുപ്പം ഇതിനകത്തൊക്കെ ഉണ്ടായിരുന്നു മോഹൻലാലിന്റെ മറ്റേ ഹിറ്റ് സൂപ്പർ ഡൂപ്പർ പടമല്ലേ, അതിലെ വില്ലൻ അയാളായിരുന്നു. ഇൻസ്പെക്ടറായിട്ട് അഭിനയിച്ചത് തമിഴ് നടന അയാളായിരുന്നു. അയാൾ വന്ന് എന്റെ വിരൽ പിടിച്ചു വെച്ചിട്ട് ഒരു പ്രമാണത്തിൽ ഒപ്പിടി വെച്ചിട്ട് തിരിഞ്ഞ് 2 വെടി വെച്ച് ഇവിടെ കൊല്ലുന്ന ഈ രക്തം വീഴുന്നതാണ് ഇന്റർവെൽ. അങ്ങനെയായിരുന്നു പത്മകുമാറിന്റെ ഡയറക്ട് ചെയ്ത്. പിന്നെ പത്മകുമാറിന്റെ തന്നെ ജോസഫിലും എന്നെ വിളിച്ചിരുന്നു. പാതിരാമണൻ അതില് ഞാൻ പുള്ളി തന്നെയാണ് വിളിച്ചത്. ഇപ്പൊ പുള്ളിയുടെ ഒരു പടം വന്നിട്ട് പോയി, അതിനകത്തും വിളിച്ചത് പക്ഷെ ചെയ്യാൻ പറ്റിയില്ല. അപ്പം നമ്മള് പോകാതിരുന്നാ പറയും നല്ല സംഭവമായിരുന്നു. അതെ. അങ്ങനെ എന്നാൽ ഈ ചെറു സമയത്തിനുള്ളിൽ തന്നെ ഒത്തിരി നല്ല ഡയറക്ടേഴ്സിന്റെ അഭിനയിക്കാൻ നിസ്സാര കാര്യമൊന്നും അല്ല. അതെ, എനിക്ക് നാടകത്തിന്റെ പിൻബലമായിരിക്കാം. അതോ ആരെങ്കിലും ചെയ്ത പുണ്യത്തിന്റെ ഫലമാണോന്ന് പറഞ്ഞു. പിന്നെ നിങ്ങൾക്ക് ഇത് പറ്റൂല, നിങ്ങൾ ഇത് നിർത്തിപ്പോ എന്ന് ആരെങ്കിലും പറഞ്ഞിരുന്നെങ്കിൽ ഒരു പക്ഷെ നിർത്തി വേറെ എന്തെങ്കിലും അങ്ങനെ ഇന്നവരാരും പറഞ്ഞിട്ടില്ല. എന്നാലും ശ്രദ്ധിക്കപ്പെട്ട കഥാപാത്രങ്ങൾ ചെയ്യാനായിട്ടൊരു ഭാഗ്യം കിട്ടി. നമ്മൾ ഒരു സിനിമ ആക്ടർ എന്നുള്ള ഒരു ഇതായല്ലോ. എനിക്ക് അതൊക്കെ ഒരു തലത്തിന് മുകളിലോട്ടുള്ളവർക്കാണ് ആ ഒരു പേര്. നമ്മൾ വെറും സാധാരണക്കാരനായിട്ട് ജീവിക്കണമെന്ന് ആഗ്രഹിക്കുന്നതും സാധാരണക്കാരൻ. എന്തായാലും ചേട്ടന്റെ ഭാഗ്യം ഈ പറഞ്ഞ കടാക്ഷിച്ചിട്ടുണ്ട്. ഇല്ലെന്നല്ല, അതാ ഞാൻ പറഞ്ഞത്. അല്ലെങ്കിൽ കാരണം ഞാന് വിവാഹം കഴിച്ചത് ഒന്നുമില്ലായ ഒരു വീട്ടിൽ നിന്ന് ഒരു പെൺകുട്ടിയെ പ്രേമിച്ച് കെട്ടിയതാണ്. ഈ കാണുന്നതെല്ലാം ഞാൻ ഉണ്ടാക്കിയതാണ്. മനസ്സിലായില്ലേ? എല്ലാം മക്കള് 2 പേരുണ്ട്. ഒരാളെ കല്യാണം കഴിപ്പിച്ചു. പിന്നെ ഇനി ഒരാളിപ്പോ എഞ്ചിനീയറിംഗ് കോളേജ് പഠിച്ചോണ്ടിരിക്കും, ഫൈനൽ ഇപ്പൊ ഇറങ്ങുന്നു. ഇതെല്ലാത്തിന്റെ സാമ്പത്തികമൊക്കെ നമ്മൾ തന്നെ കണ്ടെത്തുകയാണ്. ഇതിൽ നിന്ന് തന്നെ കിട്ടിയത്. അതുകൊണ്ട് അഭിനയത്തിൽ നിന്ന് തന്നെയാണ് കിട്ടിയത്. വേറെ ശരീരമാണെങ്കിൽ ഒരു കല്ലുപോലും എടുത്തിട്ടില്ല. ഞാൻ വീട് പണി ചെയ്തപ്പോഴേ എന്നോട് മരിച്ചുപോയ സത്താർക്കയും കൊല്ലം ഷായും കൂടിയാണ് ഇതിന്റെ കോൺക്രീറ്റിന് വന്നു നിന്നത്. കാരണം എനിക്ക് അന്ന് ഷൂട്ടിംഗ് ഉണ്ട്. അപ്പോ ഒരു കല്ല് നമ്മൾ എടുത്തു കൊടുത്തിട്ടില്ല. മേശരി പറഞ്ഞ അതിഞ്ഞെടുക്കുമെന്ന് പറഞ്ഞാൽ നിങ്ങൾ ആളെ വെച്ചെടുപ്പിക്കാൻ പറയും. കാരണം നമ്മളെ അനുഭവമാണ് പറയുന്നത്. നമ്മള് ഈ 3 കല്ല് അവൻ്റെ കൂടെ എടുക്കുമ്പോൾ നമ്മളെ തളർന്നു. അവൻ 30 എടുക്കുമ്പോഴേ അവൻ തളരൂ. അവന്റെ തൊഴിലല്ലേ. അപ്പൊ അവൻ 10 മിനിറ്റ് ഇരിക്കാൻ നമുക്കൊന്നും പറയാൻ ഒക്കില്ല. 3 കല്ലെടുത്ത് നമ്മൾ മാറിയിരിക്കുമ്പോഴേ. അതുകൊണ്ട് നമ്മൾ എപ്പോഴും ആ ലെവലിലേ നിന്നിട്ടുള്ളൂ. ശരീരാണെങ്കിൽ ഒന്നും ചെയ്തിട്ടില്ല ചുരുക്കം. പക്ഷെ അവിടെ എന്തോ ഒരു അദൃശ്യ ശക്തിയോ ദൈവമോ എന്നെ അവിടെ നിലനിർത്തി സഹായിച്ചു. നമ്മളെ ആത്മാർത്ഥമായിട്ട് പാരമ്പര്യമായ ഒരു അഭിനയ പ്രതിഭ ഒന്നുമല്ല. നാട്ടിലും അച്ഛനോ അമ്മയോ ബന്ധുക്കളോ ആരും അഭിനയക്കാരും അല്ല. എങ്കിലും നമ്മൾ വന്നു, നാടകത്തിൽ ശ്രദ്ധിക്കപ്പെട്ടു, അവാർഡ് ലഭ്യമായി.
സിനിമയിലും ഈ അതെല്ലാം ഏറ്റവും പ്രായം കുറഞ്ഞ അവാർഡ് പ്രൊഫഷണൽ നാടകം വാങ്ങിക്കുന്ന ഞാനാണ്. അതൊരു ഭാഗ്യമായി. അതൊരു വലിയ ഭാഗ്യമാണ്. അങ്ങനെയുള്ള ഒരു പോസ്റ്റ് ഉണ്ടാക്കി എനിക്ക് തരിക. എന്നിട്ട് ഞാൻ ജേക്കബ് സാറിനെ കാണാനായിട്ട് പോയി. കാരണം ഇത് ഇനിയിപ്പോ വേറെ എന്തെങ്കിലും ആണോ? അപ്പൊ എന്റെ അടുത്ത് TN ഗോവിന്ദനായർ സാർ പറഞ്ഞു, അദ്ദേഹത്തിന്റെ ജന്മദിനത്തിന് ഒരു നാടകം കളിച്ച ഞാനും പോയി. രവി വെള്ളത്തോട് വിളിച്ച് ഞാനും പോയി. കാരണം ഈ നാടകത്തിന്റെ അവാർഡ് നാടകം കാണാനായിട്ട് ഷാജിയം വന്നു. ഷാജിയമ്മിന്റെ കരുണാലയം എന്ന് പറഞ്ഞ സീരിയലാണ് ഞാൻ ആദ്യം. അത് രവിചേട്ടനും ഷാജിയമ്മും കൂടെയാണ് വരുന്നത്. കുമരന്റെ ആദ്യമായിട്ട് അഭിനയിക്കുന്ന ഷാജിയമ്മിന്റെ ദേവമനോഹരി സീരിയൽ. അന്ന് രവിചേട്ടനും ഞാനും കൂടെ ഒരുമിച്ച് അഭിനയിക്കുകയാണ്. ഇപ്പൊ സിനിമയെക്കാളും കൂടുതൽ സീരിയലുണ്ടോ? സീരിയലാണെന്ന് തോന്നുന്നല്ലോ കൂടുതലും. സിനിമ കുറവാ, വല്ലപ്പോഴൊരിക്കൊക്കെ ഉള്ളൂ. കാരണം നമ്മളൊരു പക്ക സിനിമക്കാരനായിട്ടൊന്നും മാറിയിട്ടില്ല. അതിന് അങ്ങനെയുള്ള ഒരു സംഭവമൊക്കെ വന്നാൽ നല്ല ക്യാരക്ടറുകൾ, നല്ല ഡയറക്ഷൻ തന്നു കഴിഞ്ഞാൽ, നല്ല ഡയറക്ടർ, നല്ല ക്യാരക്ടർ, ഹിറ്റും ആയിരിക്കണം. അല്ലാതെ നമ്മൾ ഒരു ചെയ്തിട്ട് കാര്യമില്ല. ഹിറ്റ് പടത്തിനകത്താണെങ്കിലേ പറ്റുള്ളൂ. അതല്ലാതെ ഉള്ള ഒരു പടത്തിനകത്ത് ചെയ്തുകൊണ്ട് കാര്യമൊന്നുമില്ല. വരുന്നതും പോകുന്നതും അറിയുന്നതുമില്ല. പിന്നെ നമ്മളെ ഏൽപ്പിച്ച ഡ്യൂട്ടി നമ്മൾ ചെയ്യുന്നു, അത്രേ ഉള്ളൂ. അത് ഭംഗിയാക്കാൻ മാക്സിമം ശ്രമിക്കുന്നു, അത്രേ ഉള്ളൂ. അതേ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. വൈഫിനൊക്കെ വളരെ സന്തോഷമാണോ അഭിനയം? വൈഫ് അഭിനയം കണ്ടല്ലാണല്ലോ ഇങ്ങോട്ട് പറയാൻ പറ്റും. വൈഫിന് താല്പര്യം ഇല്ലെങ്കിൽ പോകുമല്ലോ. പിന്നെ വൈഫ് ഇപ്പൊ അംഗൻവാടിയിൽ വർക്ക് ചെയ്യാണ്. അവിടെ സ്കൂളിൽ ഒരു 10-13 വർഷം സ്കൂളിലായിരുന്നു. അവിടെ നിന്ന് അവര് ഈ സ്റ്റാഫ് ഫിക്സേഷൻ വന്നപ്പോ ഔട്ടായി പോയി. പിന്നെ ഒരു വർഷത്തോളം വെറുതെ നിന്നു. അത് കഴിഞ്ഞ ശേഷമാണ് അംഗൻവാടി വാദ്യാരായിട്ട് കയറിയത്. ശരിക്കും നമ്മുടെ മനസ്സിൽ തട്ടിയ അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒരുപാട് ക്യാരക്ടേഴ്സ് ഒന്നും ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല എന്ന് തോന്നുന്നുണ്ടോ? മറ്റുള്ളവർ ഇപ്പൊ നെടുമുടി വേണം അഭിനയിക്കുന്ന പോലെയോ കംപ്ലീറ്റ് അതാണല്ലോ. അത്രേ ഉള്ളൂ. നമ്മളൊന്നും ചെയ്തിട്ടില്ല. നമ്മളൊന്നും ചെയ്തിട്ടില്ല. നമ്മൾ അങ്ങനെയുള്ള ഒരു ക്യാരക്ടർ. പിന്നെ നമ്മളെ വിളിക്കുമ്പോ തന്നെ ഏകദേശം ഒക്കെ ആയതിനു ശേഷം എല്ലാത്തിനും ഫിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ പിന്നെ അതിനനുസരിച്ചിട്ടുള്ള ലോട്ടറി കിട്ടിയിട്ടില്ല. അങ്ങനെ ഒരു സംഭവം കിട്ടിയിട്ടില്ല. അതുകൊണ്ട് പിന്നെ നാടകത്തിനകത്ത് അങ്ങനെയല്ല. നാടകത്തിനകത്ത് നമ്മളൊരു ക്യാരക്ടർ ഒരു കൊല്ലം കളിക്കാനുള്ളൂ. നമ്മളൊരു ക്യാരക്ടർ ചെയ്യുന്ന കണ്ടിട്ട് തന്നെയാണ് അടുത്ത വർഷത്തേക്ക്. അപ്പോഴല്ലേ ഡിമാൻഡും വരുള്ളൂ. സീരിയലുകളിൽ കുറച്ചുകൂടെ നല്ല ക്യാരക്ടർ കിട്ടുന്നുണ്ടല്ലോ. സീരിയലിൽ നല്ല ക്യാരക്ടറുകൾ ഒരുപാട് ചെയ്തിട്ടുണ്ട്, ഒരുപാട്. ഇപ്പൊ തന്നെ സുഗമോദേവിയിൽ നല്ല ക്യാരക്ടർ, 2 നായികമാരിൽ ഒരു നായികയുടെ തന്തയാണ് ഞാന്. പിന്നെ ഇതിനകത്തും ഭാവന എന്ന് പറയുന്ന ഒരു സീരിയല്, അതിനകത്ത് പിന്നെ ഇപ്പം നടക്കുന്ന ഉണ്ണിയുടെ അവിടത്തെ പോലെ ഇവിടെ അതിനകത്തും ഒരു സംഭവം. പിന്നെ അതൊരു ഓഫീസിലെ സംഭവമാണ്. അതുകൊണ്ട് ഓഫീസൊക്കെ കുറവായിരിക്കും. അവര് വീട്ടിലേക്കാണ് കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്. അങ്ങനെ ഒരു സംഭവം ഉണ്ട്. ഇനി നമ്മൾക്ക് ഈ ചില ആളുകൾ ചോദിക്കില്ലോ, നിങ്ങൾക്ക് മോഹം ആയിട്ട് എന്തെങ്കിലും ഉണ്ടോ? അത് ചോദിക്കുന്നതിന് മുമ്പ് ഞാൻ അങ്ങോട്ട് പറയുന്നത്, എനിക്ക് അങ്ങനെ നമ്മൾ മോഹിച്ചാൽ വിഷമിക്കേണ്ടി വരും. അതുകൊണ്ട് അങ്ങനെ മോഹിക്കുന്നില്ല. എന്തെങ്കിലും കിട്ടിയാ കൊള്ളാം, കിട്ടിയ ലോട്ടറി, അത്രേ ഉള്ളൂ. എന്തെങ്കിലും അല്ല, കിട്ടുന്നതിന് നമ്മൾ സംതൃപ്തനാണെന്ന് ഞാൻ പറയുന്നു. കാരണം ഇത്രയും കാലമായിട്ട് 10-30 വർഷത്തോളമായി, ഇത്രയും കാലമായിട്ട് നമ്മൾ വന്ന ഫീൽഡിൽ നിന്ന് ഔട്ടായി പോയില്ല. എന്റെ കൂടെ ഒരുപാട് പേര് സീരിയലിൽ അഭിനയിക്കാൻ വന്നിട്ട് ഒരു പണിയില്ലാതെ ഒരുപാട് പേര് എനിക്കറിയാം, ഒരുപാട് പേര്. പിന്നെ നമുക്ക് വല്ലപ്പോഴും ഒരിക്കൽ ബോണസ് കിട്ടുമ്പോൾ ഒരു പടവും കിട്ടും, മനസ്സിലായി. അതിനപ്പുറത്ത് ഇനി വേറെ എന്താ വേണം? 10-11 വർഷം പ്രൊഫഷണൽ നാടകം കളിച്ചു. അത് വിട്ടതിന് ശേഷം അതുകൊണ്ട് ശരിക്കും പറഞ്ഞ ഒരു 40 വർഷത്തെ പാരമ്പര്യമായി സിനിമയിൽ, അല്ല അഭിനയത്തിൽ. അത് തന്നെ ഒരു വലിയ കാര്യമാണ്. പിന്നെ ഇന്ന് ഔട്ടായി പോയില്ലെന്ന് വെറുതെ നമ്മൾ വീട്ടിനകത്ത് കുത്തിയിരിക്കുന്നില്ല. നമുക്കിപ്പോ മക്കളൊക്കെ എന്ത് ചെയ്യുന്നു? മൂത്തയാള് BSc നഴ്സിംഗ് കഴിഞ്ഞു. അദ്ദേഹം കോഴിക്കോട് മെഡിക്കൽ കോളേജിലാണ് പഠിച്ചത്. അവിടെ നിന്ന് കല്യാണം കഴിഞ്ഞു, ഒരു കുഞ്ഞുമുണ്ട്. കോഴിക്കോട് ലവ് മാരേജ് ആയിരിക്കും? അല്ല, അവര് ഈ പ്രൊഫഷണൽ ആളുകളാകുമ്പോ പ്രൊഫഷണൽ അവര് തീരുമാനിച്ചാൽ അതാകുമ്പോ സംശയ രോഗത്തിന്റെ ഇടവരില്ല. അത് സ്മൂത്ത് ആയിട്ട് പോകും. ഡോക്ടർക്ക് റേഡിയോളജിസ്റ്റ് ആവാം. അതെ, മനസ്സിലായില്ലേ? അപ്പൊ അങ്ങനെ വന്ന ഈ മോനും അവന് നഴ്സിംഗ്. ഇളയാള് ഇവിടെ BTech എഞ്ചിനീയറിംഗ് കോളേജ് പഠിക്കുന്നു. ഇറങ്ങും, ഈ ജൂണിൽ ഇറങ്ങും. അതോടെ അയാളെ കോഴ്സ് കഴിയും. നിറഞ്ഞ സംതൃപ്തനാണ് കുടുംബജീവിതത്തിൽ, തികച്ചും സംതൃപ്തനാണ് കുടുംബജീവിതത്തിലും അഭിനയ ജീവിതത്തിലും. അതെ, ഈ പറഞ്ഞ പോലെ നല്ല സിനിമകളും നല്ല ക്യാരക്ടറുകളും ഒക്കെ ലഭ്യമായാൽ
നമുക്ക് ഈ പറഞ്ഞ പോലെ കുറെ കൂടി ധന്യമാകും ഈ ജീവിതം. അതെ, എന്ന് പറഞ്ഞാൽ എന്തോ ദൈവത്തിന്റെ ഒരു അനുഗ്രഹം ഉള്ളതുകൊണ്ട് പുറത്ത് പോയില്ല, പണിയൊന്നും ഔട്ടായിട്ട് പോയില്ല. ഔട്ടാക്ക് ആരെയും നോക്കിയോ ഇല്ല, നമ്മളെ ഔട്ടാക്കണം അങ്ങനെ ഒരു ഭീഷണിയുള്ള സംഭവം ഒന്നും ഇതിനകത്ത് ഇല്ലല്ലോ. സിനിമയിലൊക്കെയാണ് അങ്ങനെ ഉണ്ടെന്ന് പറയാം, പക്ഷെ എനിക്ക് അങ്ങനെ ഒരു അനുഭവം ഒന്നും ഉണ്ടായിട്ടില്ല. നമ്മളങ്ങനെ ആരും ഇതില്ല. പിന്നെ നിസാർക്കയുടെ മിക്കവാറും മുക്കാല് പടങ്ങളിലും ഒരു സംസ്കൃത പടവും ചെയ്തായിരുന്നു. പിന്നെ നിസാർക്ക് അത് വേറൊരാളുടെ പേരിൽ ചെയ്തെടുത്ത മധുരസ്മിതം. അതായത് അതിന്റെ ഇത് ഞാൻ കാണിച്ചു തരാം. പിന്നെ ഒരു തമിഴ് പടം പുള്ളിയുടെ തന്നെ, അത് മറ്റേ ശരത് കുമാറിന്റെ മകളൊക്കെയാണ് അഭിനയിച്ചത്. ആ സിനിമയുടെ പേര് കളേഴ്സ്. അതില് മൊട്ട രാജേന്ദ്രന്റെ ഞാനും കൂടെയാണ്. ഒരു ഫ്ലാറ്റിൽ നടക്കുന്ന ഒരു സംഭവമാണ്. ഞാൻ ആ ഫ്ലാറ്റിലെ ഒരു സെക്യൂരിറ്റിക്കാരനും മറ്റേയാള് അവിടുത്തെ താമസക്കാരൻ. അങ്ങനെ ഞങ്ങൾ തമ്മിലാണ് 2-3 സീനുള്ളത്. അപ്പൊ മലയാളത്തിന് പുറമെ അന്യഭാഷ സിനിമകളും അഭിനയിച്ചു. ഒരു സംസ്കൃതവും ഒരു തമിഴ് പടവും. അപ്പൊ നമുക്ക് ഈ പറഞ്ഞ പോലെ ലോട്ടറി തന്നെയാണ്. ഇനി ഹിന്ദി കൂടെ ആയി കഴിഞ്ഞാൽ ബഹുഭാഷ. നമ്മുടെ രേഖയിൽ എഴുതുമല്ലോ, വിക്കിപീഡിയയിൽ നമ്മുടെ രേഖകളിൽ ഏതൊക്കെ അന്യഭാഷ ചിത്രങ്ങളിൽ അഭിനയിച്ചു എന്നൊരു പേര് വരാം. ഈ കാലഘട്ടത്തിൽ മലയാളത്തിന് പുറമെ തമിഴിലും സംസ്കൃതത്തിലും, ഇനി ഭാഗ്യമുണ്ടെങ്കിൽ തെലുങ്കിലും ഹിന്ദിയിലും അഭിനയിക്കും. ഭാഗ്യമല്ല, ഈ സംസ്കൃത പടം സംസ്കൃത എഡ്യൂക്കേഷൻ വിങ് ആറാണ് എടുത്തത്. കുട്ടികളുടെ ഫിലിമാണ് അത്, കുട്ടികളുടെ പടമാണ്. അതിലാണ് അത് സുരേഷ് ഗായത്രി എന്ന് പറഞ്ഞവന്റെ പേരിലാണ് അത് ചെയ്തത് ആ പടം. അത് നല്ല അത് ആമസോൺ റിലീസാണ്. അതിന്റെ പ്രൊമോയൊക്കെ ആമസോൺകാരാണ് ചെയ്തത് ആ പടം. എന്തായാലും നിറഞ്ഞ സന്തോഷമുണ്ട്. ഈ പറയും പോലെ തിരുവല്ല രാമചന്ദ്രൻ എന്ന് പറയുന്ന നാടകത്തിലെ ഒരു പ്രതിഭ, അദ്ദേഹം സിനിമയിലും സീരിയലിലും സജീവമാണ്. ഇനിയും ഏറെ നല്ല കഥാപാത്രങ്ങളും നല്ല സിനിമകളും നല്ല സീരിയലുകളും ഒക്കെ ലഭ്യമാകുവാൻ, പുതിയ പ്രോജക്റ്റുകൾ ലഭ്യമാകേണ്ടി വരട്ടെ എന്ന് ആശംസിക്കുന്നു. താങ്കളുടെ ഈ നിറഞ്ഞ ചിരി, ഉള്ളത് കൊണ്ട് സമാധാനപ്പെടുന്ന താങ്കളുടെ നിറഞ്ഞ സന്മനസ്സും ചിരിയും കാണുമ്പോൾ എനിക്ക് സന്തോഷം തോന്നുന്നു. ഇനിയും ഒത്തിരി നല്ല നല്ല പ്രോജക്റ്റുകൾ വരട്ടെ. അർഹിക്കുന്ന അംഗീകാരങ്ങൾ, താങ്കളുടെ അഭിനയത്തിന് നല്ല അംഗീകാരങ്ങളും ലഭ്യമായി ഇനിയും മലയാള സിനിമയിലെ സീരിയൽ ശോഭിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. നന്ദി, നമസ്കാരം. നന്ദി, നമസ്കാരം.